കുറേ ദിവസമായിട്ട് വിചാരിക്കുന്ന കാര്യമായിരുന്നു കേട്ടോ, അമ്പലത്തിലേക്ക് പോകണം എന്നൊക്കെ വിചാരിച്ചിട്ട്. അപ്പം നമ്മളെന്നും സ്ഥിരം പോകുന്ന ക്ഷേത്രത്തിൽ പോകാമെന്നൊക്കെ വിചാരിച്ച് ഞങ്ങൾ കുറേ ദിവസമായി പ്ലാൻ ഇടുന്നു കേട്ടോ. അപ്പം എങ്ങനെ എന്തായാലും അവിടെ എത്താൻ പറ്റി ഇന്ന് കേട്ടോ. അപ്പം ഞാനും രാജേട്ടൻ മോള് മാത്രമേ കേട്ടോ. അങ്ങനെ ഞങ്ങൾ ചെന്നപ്പോൾ തിരക്കൊക്കെ കുറവായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് പെട്ടെന്ന് വഴിപാടുകളൊക്കെ ചെയ്ത് ഞങ്ങൾക്ക് പെട്ടെന്ന് ഇറങ്ങാൻ പറ്റിയിട്ടു. അപ്പം അങ്ങനെ ഞങ്ങൾ പിന്നെ അവിടുന്ന് വഴിപാടുകളൊക്കെ കഴിച്ചു ഇറങ്ങി. പിന്നെ ഇനിയിപ്പോൾ ഇന്ന് എന്തായാലും ഞങ്ങൾക്ക് കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇന്ന് കുറച്ച് തിരക്കുള്ള ദിവസമാണ് കേട്ടോ. തൊഴുകൂട്ടി കുട്ടി എന്താ വേണ്ട? പിന്നെ എവിടെയൊന്നും കിട്ടില്ല, മീമി കിട്ടില്ല. ഈശ്വരാ, കുട്ടീനോട്ടില്ല. ഞങ്ങളെത്തിയപ്പോഴേക്കും കുഞ്ഞിനെയും കുട്ടിയും അമ്മയൊക്കെ ചായയുടിയൊക്കെ കഴിഞ്ഞിട്ട് അപ്പൊ എല്ലാവരും അതാ കുളിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പൊ ഇനി ഞങ്ങള് വന്നു. ഇനിയിപ്പോ എന്തായാലും കുട്ടികളൊക്കെ കുളിപ്പിക്കണ്ടേ, കുഞ്ഞാവേനെ എന്തായാലും ഒന്ന് കുളിപ്പിക്കണം, കുഞ്ഞാറ്റേനെ ഒന്ന് മേല് കുളിപ്പിക്കും കൂടി വേണം. തായോ കുഞ്ഞത് മതി. അതിന്റെ ഇപ്പുറത്തിട്ട് കൊടുക്കുക കൂരിടെ. അമ്മ അത് മറ്റേത് 6 വരി പാത പോലെ ഉണ്ട്. മറ്റേളതാ പറയണു വേണം വേണമെന്ന്. രാവിലെ ഞങ്ങൾ അമ്പലത്തിൽ പോയി വന്നിട്ട് ഇത് അവിടെയൊക്കെ കുളിപ്പിച്ച് ഒരുക്കി പിടിച്ച് എല്ലാവരും ഓരോരുത്തർ പുറപ്പെട്ട് ഞങ്ങളിപ്പോൾ ഇന്ന് അനിയത്തിയുടെ വീട്ടിലേക്ക് പോവുകയാണ്. ഇന്ന് അവിടെ ഉത്സവമാണ്. കുറേ കാലത്തിന് ശേഷം ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് പോവാട്ടോ. ഞാൻ ഇന്നത്തെ വരെ അനിയത്തിയുടെ കല്യാണം കഴിഞ്ഞ് ഇത്രയും വർഷമായി, 13 വർഷമായി റെഡി. 13 വർഷമായിട്ട് ഞാൻ ഇതുവരെ പോയിട്ടില്ല കേട്ടോ. അവര് അവിടുത്തെ ഉത്സവത്തിന് ഇവരൊക്കെ പോയിട്ടുണ്ട്, ഞാൻ പോയിട്ടില്ല കേട്ടോ. അപ്പം ഞാൻ ഫസ്റ്റ് ടൈമാണ് പോണത്. ഇങ്ങനെ കാണും ഉത്സവമൊക്കെ. ഇങ്ങനെ ഞാൻ ജോലിക്ക് പോയൊക്കെ വരുമ്പോ സമയത്ത് അവള് പിരികെ എഴുതിയിരുന്നു, അവള് അറിയണുണ്ടോന്ന്. നമ്മളൊന്നും എഴുതിയിട്ടൊന്നുമില്ല. വെയിലിട്ടോ, അതിന്റെ ഒരു നാളുണ്ട്, അതാണ് ഇങ്ങനെ. കഴിഞ്ഞില്ലേ? വാ 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 വരും. ഞാൻ ഏട്ടനെ വിളിക്കട്ടെ? തോളി കേറി എന്താണ് മറ്റേ ബൊമ്മക്കാരി പക്ഷെ എന്താണെന്നറിയോ, ലാസ്റ്റായിട്ടേ പാട്ട് തന്നെ നിന്നതാണ്. ഞങ്ങള് പോയിട്ടുണ്ടോ? പരിപാടി ഉണ്ടാവാം. ഇത് വേണ്ടല്ലോ, കായം വേണം, അവർക്ക് കായവും വേണം, കുട്ടികൾക്കും വേണം, ഒക്കെ കഴിക്കും. അപ്പൊ പരിപാടി എത്രത്തോളം കുട്ടികളാണ് കളിച്ചു. ലാസ്റ്റ് നല്ല കളിയായിരുന്നു. പിന്നെ അവര് കളിച്ചു. രാജേട്ടൻ ഞങ്ങൾ അവിടെ കൊണ്ടുപോയി വിട്ടിട്ട് രാജേട്ടൻ തിരിച്ചു പോന്നിട്ടു. പിന്നെ ഞങ്ങൾ കുറച്ചു നേരം സംസാരിച്ചൊക്കെ ഇരുന്ന് പിന്നെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ടോ. എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഭക്ഷണം. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സദ്യ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. പായസത്തിന് മാത്രം കുറവുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അമ്മയ്ക്കും വയ്യ അവക്കും വയ്യ ആയിരുന്നു കേട്ടോ, തൊണ്ടവേദനയും ജലദോഷമൊക്കെ കാരണം കേട്ടോ. അങ്ങനെ DJ ഒക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ വോയിസ് ഒക്കെ ഓഫ് ചെയ്ത് കൊടുത്തു കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് കോപ്പിറൈറ്റ് എന്തെങ്കിലും വന്നാലോ എന്നൊക്കെ വിചാരിച്ചു. അപ്പം അങ്ങനെ ഞങ്ങൾ പായസം വെക്കാതെ തീരുമാനിച്ചു. അപ്പൊ ഞങ്ങൾക്ക് പായസ പരിപാടി കിട്ടിക്കണം കേട്ടോ. അപ്പൊ എല്ലാവരുടെയും കൈ ഇതിലുണ്ട്. ഒരാള് പാല് ഇതാക്കുക, ഒരാള് എന്താ പറയാ സേമിയ വറുക്കുക, ഏലക്കായ പൊട്ടിക്കുക, അങ്ങനെ ഓരോരോ പണികൾ കേട്ടോ. പുറപ്പെടണുള്ളൂ അല്ലേ? അവിടെ കൊട്ടൊക്കെ തുടങ്ങിയിട്ട് കേട്ടോ. ഞങ്ങളുടെ പായസം ഒന്നും ആയിട്ടില്ല. മേലെയൊക്കെ കാണിച്ചു കൊടുക്കണം. മേലെയൊക്കെ കാണാട്ടോ നിങ്ങൾക്ക്. പായസമായിട്ട് വേണം ഞങ്ങൾക്ക് അങ്ങോട്ട് പോവാന്ന് വിചാരിച്ചിട്ടാണ്. വായോ വായോ അതിനെ വിളിക്കുന്നു.
പുറപ്പെട്ടപ്പോഴത്തേനും ഞങ്ങളുടെ പായസമൊക്കെ റെഡി ആയിട്ട് ഞങ്ങൾ പിന്നെ അങ്ങനെ എന്തായാലും അങ്ങനെ ഇറക്കി വെച്ചിട്ട് ഞങ്ങൾ ആരും കഴിച്ചൊന്നുമില്ല കേട്ടോ. ഇളയച്ചനെ കൊണ്ട് ഈ തിരക്കിൽ ഞങ്ങൾ പാലും അതേപോലെ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ കുറച്ചൊക്കെ അവിടെ ഉണ്ടായിരുന്നു സ്റ്റോക്ക് കിട്ടും, അതൊക്കെ ബാക്കിയെല്ലാം മേടിച്ചു കൊണ്ടുവന്ന് ഞങ്ങൾ എന്തായാലും പായസം വെച്ചുട്ടോ. ഇനിയിപ്പോൾ എന്തായാലും അതിൻ്റെ ഒരു കുറവ് വേണ്ടാന്ന് വിചാരിച്ചിട്ട് കേട്ടോ സേമിയ പായസം വെച്ചത് കേട്ടോ. അപ്പോൾ അങ്ങനെ പായസമൊക്കെ റെഡിയായി. പിന്നെ ഞങ്ങൾ വേല പുറപ്പെട്ടപ്പോൾ ഞങ്ങൾ പിന്നെ വേല കാണാൻ വേണ്ടിയിട്ട് വന്നു കേട്ടോ. നല്ല വേഷങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുഞ്ഞൊരു കാവാണ്, പക്ഷെ എന്നാലും നമുക്ക് അവിടുന്ന് അവർ ഉള്ളത് കൊണ്ടൊക്കെ നമുക്ക് എന്തായാലും കാണാനും അതേപോലെ തന്നെ ഭയങ്കര എന്റർടൈൻമെന്റ് ആയിരുന്നു കേട്ടോ. നമുക്ക് നല്ലൊരു എന്താ പറയുക ഒരു വൈബായിരുന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നിന്ന് കാണാനും ഒരു ബോറടി അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കണ്ടു കുറച്ചു നേരം. അപ്പോൾ നമ്മുടെ അവിടെ തന്നെ അനിയത്തിയുടെ വീടിന്റെ ബാക്ക് ഭാഗത്തു നിന്നാണ് കേട്ടോ വേല പുറപ്പെടുന്നത്. പിന്നെ അവർ ആ റോട്ടിൽ കൂടെ പോയിട്ട് പിന്നെ കാവിന്റെ ഒരു വേല കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അവരുടെ കൂടി അവരുടെ ഫ്രണ്ടിൽ വരുന്നത് വരെ ഞങ്ങൾ എന്തായാലും അത് കാണാനും വേണ്ടിയിട്ട് അവരുടെ തറവാട് വീടിന്റെ അടുക്ക് വന്നു കേട്ടോ. അപ്പൊ DJ കാരണമുള്ളതുകൊണ്ട് ഞാൻ എല്ലാ വോയിസ് എല്ലാം ഓഫ് ചെയ്ത് കൊടുത്തു കേട്ടോ. അതാണ് ഞാൻ ഓൺ വോയിസിലുള്ള എല്ലാ വോയിസ് എല്ലാം ഓഫ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ഓൺ വോയിസ് ചെയ്യാന്ന് വിചാരിച്ചിട്ടോ. അപ്പൊ ഇത് അവരുടെ തറവാട് വീടാണ് കേട്ടോ അനിയത്തീരെ. അപ്പൊ അവിടെ കുട്ടിയച്ഛനും മേമ അവരുടെ മക്കള് ഒരു മോനും അവരുടെ വൈഫൊക്കെയാണ് കേട്ടോ അവിടെ താമസിക്കുന്നത്. അപ്പൊ അവരുടെ ഫ്രണ്ടിൽ നിന്നിട്ടാണ്, അവര് റോഡ് സൈഡിലാണ് കേട്ടോ. അപ്പൊ ഞാനും കുഞ്ഞാറ്റിയും കുഞ്ഞുണ്ണിയും അങ്ങനെ എല്ലാവരും ഉണ്ട് കേട്ടോ. അങ്ങനെ എല്ലാവരും കുറേ ആളുകൾ നമ്മുടെ ആ കുന്നും പുറത്തുള്ള അല്ലെങ്കിൽ ആ നാട്ടിലുള്ള എല്ലാവരും കേട്ടോ. നമുക്ക് വലിയ ആഘോഷമാണല്ലോ ഇപ്പോൾ നമ്മുടെ അവിടെ നമ്മുടെ കാവില് അല്ലെങ്കിൽ നമ്മുടെ വർഷത്തിലൊരു ആഘോഷം വരിക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര സന്തോഷമാണല്ലോ. മക്കൾക്ക് വേലയുടെ കൂടെ പോകണമെന്നും പറഞ്ഞിട്ട് ഒരേ പിടിവാശിയായിരുന്നു കേട്ടോ. കുഞ്ഞാറ്റയ്ക്കാണെങ്കിൽ ചെറുതായിട്ട് ഉറക്കം വരുന്നുണ്ടായിരുന്നു. ഉച്ചയ്ക്ക് ഞാൻ ഉറക്കി കിടത്താനൊക്കെ നോക്കി, ആൾ ഉറങ്ങിയില്ല കേട്ടോ. പക്ഷെ അവൾക്ക് തൂങ്ങി പിടിച്ചിട്ടാണെന്നുണ്ടെങ്കിലും വേലയും വേഷങ്ങളൊക്കെ കണ്ടു കേട്ടോ. അങ്ങോട്ട് പോകും ആ വണ്ടി പോയിട്ട് പോകുന്നുണ്ട്. ഒരാന ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ കൂട്ടത്തിൽ തന്നെ നമ്മൾ ആളുകളൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. വേല വന്നപ്പോഴത്തന്നെ ആനയ്ക്ക് കുറച്ച് കുറുമ്പ് കൂടുതലാണ് എന്നൊക്കെ ഒരു സംസാരം ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ എന്തായാലും ഇവിടെ നിന്ന് അവര് എല്ലാ വേലകളും കൂടിയിട്ട് ഇതാ കാവിന്റെ വേലയും അപ്പൊ അവരതാ അരിയും പൂവൊക്കെ എറിഞ്ഞ് അങ്ങനെ അതാ ക്ഷേത്രത്തിലേക്ക് പുറപ്പെട്ടു കേട്ടോ. അപ്പൊ ഇനി എന്തായാലും മെയിൻ റോഡൊക്കെ കഴിഞ്ഞിട്ടാണ് ഇനി അവർ ക്ഷേത്രത്തിലേക്ക് കിടക്കുക കേട്ടോ. അപ്പൊ എന്തായാലും ഞങ്ങൾ ഇനി എന്തായാലും ഇപ്പൊ ഇതിന്റെ പുറകെ പോകുന്നില്ല കേട്ടോ. കൂട്ടത്തില് ആന കുറച്ച് കുറുമ്പും കാര്യങ്ങളൊക്കെ ഉള്ളതാണെന്ന് പറയുന്നതും കൂടി കേട്ടോണ്ട് എനിക്ക് ആകെ ടെൻഷനായിട്ടോ. പിന്നെ കാവ് തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ. അനിയത്തിന്റെ വീടിന്റെ അവിടെ നിന്ന് കുറച്ചങ്ങോട്ട് താഴത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരു പാടം കടന്നു കയറിയിട്ടുണ്ടെങ്കിൽ കേട്ടോ. ചെറുതാണ്, ഒരു നമുക്കൊരു 2-3-4-5 അടി വെച്ചാൽ മതി ആ പാടത്തുനിന്ന്. അപ്പൊ അവിടെ കാവാണ് കേട്ടോ. അപ്പൊ കുഞ്ഞൊരു കാവാണ്. നമ്മളിതിന് മുന്നേയൊക്കെ വന്നിട്ടുണ്ട്, ക്ഷേത്രത്തിൽ പോയിട്ടുണ്ട്, തൊഴുതിട്ടൊക്കെ ഉണ്ട് കേട്ടോ. ഞങ്ങൾക്ക് ഇന്ന് തൊഴാനൊക്കെ പോകണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ തൊഴാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. മക്കളെ എന്തായാലും ഉറങ്ങിയിട്ടുമില്ല. പിന്നെ അവര് വാശി പിടിക്കുകയൊക്കെ ചെയ്യുമല്ലോ എന്ന് വിചാരിച്ചിട്ട് കേട്ടോ. വാശി തന്നെ ആയിരുന്നു. പിന്നെ അവിടെ എത്തിപ്പെടാനാണ് ഒരു ബുദ്ധിമുട്ട് പറയുന്നത്. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മക്കളെയും കൊണ്ട് കിട്ടോ, കുഞ്ഞാറ്റ ഉറങ്ങിയിട്ടുമില്ല, എല്ലാം കൂടി ആയതുകൊണ്ടേ നമുക്കൊരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ DJ ഒക്കെ കാരണേ നമുക്ക് ഭയങ്കര സൗണ്ടും കുട്ടികളൊക്കെ ഡാൻസ് കളിച്ചിട്ടും ഒരു പ്രത്യേക വൈബായിരുന്നു കേട്ടോ. ഞങ്ങൾ ക്ഷേത്രത്തിലേക്ക് പോയിട്ട് പിന്നെ വേലയൊക്കെ കയറാനായപ്പോഴത്തേനും ഒരു 7 മണി ടൈമിലാട്ടോ ഞങ്ങൾ അവിടെ എത്തിയത്. അപ്പോൾ കുട്ടികളെയൊക്കെ മേല് കുളിപ്പിച്ച് അവരെയൊക്കെ വേറെ ഡ്രസ്സൊക്കെ മാറ്റി അതുവരെ ഞങ്ങൾ എന്തായാലും ഈ റോഡിൽ നിന്ന് പോകുന്നത് വരെ ഞങ്ങൾ കണ്ടുകൊണ്ടിരുന്നു കേട്ടോ. അങ്ങനെ കുട്ടികളൊക്കെ കുളിപ്പിച്ച് എല്ലാം റെഡിയാക്കി പിന്നെ ഞങ്ങൾ കാവിലൊക്കെ പോയി. കാവിൽ വേല കയറുന്നത് വരെ ഞങ്ങൾ അവിടെ വന്നു നിന്നു കണ്ടു ഉറങ്ങി. പിന്നെ ഞങ്ങൾ ഓരോ ചായയൊക്കെ കുടിച്ചു കേട്ടോ. അപ്പോഴത്തേനും കുഞ്ഞാറ്റയ്ക്ക് ഉറക്കം വന്ന് പകുതി ഉറങ്ങി. പിന്നെ അങ്ങനെ അവള് പോണെന്ന് പറഞ്ഞ് വാശി പിടിച്ചു. പിന്നെ ഞങ്ങൾ നേരെ വേല കയറി അവിടെ കുറെ നേരം കളിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അമ്മയോടും എല്ലാവരോടും പറഞ്ഞ് ഞങ്ങൾ പോവാന്നും പറഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോന്നു കേട്ടോ. അപ്പൊ അനിയത്തി ഞങ്ങളുടെ പുറകെ പോന്നു. പിന്നെ ഭക്ഷണം കഴിച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ എന്തായാലും രാത്രി അവിടെ തങ്ങില്ല കേട്ടോ. ഈ മക്കളെ കൊണ്ട് അവിടെ നിൽക്കല് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവരെ വീട്ടിൽ വന്നു, ഭക്ഷണമൊക്കെ കഴിച്ചു. പിന്നെ ഞങ്ങളൊരു 9 മണി 9:30 ആയപ്പോഴത്തേനും ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോന്നു കേട്ടോ. ഭയങ്കര വൈബ് പറഞ്ഞാൽ ഭയങ്കര വൈബായിരുന്നു കേട്ടോ. നമുക്ക് പോരാനേ തോന്നില്ല കേട്ടോ. നമുക്ക് എന്താണെന്നറിയില്ല, ഒരു പ്രത്യേക രസം കേട്ടോ. എവിടെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ നിന്ന് കാണാനൊക്കെ ഒരു കുട്ടികളുണ്ടെങ്കിലും ഇല്ലെങ്കിലും നമുക്ക് ഒരു സമയം കഴിഞ്ഞാൽ നമുക്ക് വീട്ടിലേക്ക് പോരണം എന്നുള്ളൊരു ചിന്തയൊക്കെ ഉണ്ടാവുമല്ലോ. ഇതെന്താണെന്നറിയില്ല കേട്ടോ, വരാനേ തോന്നുന്നുണ്ടായിരുന്നില്ല. പക്ഷെ കുഞ്ഞാറ്റ ഉറക്കം തൂങ്ങി വാശി പിടിച്ച് പോവാന്നൊക്കെ പറഞ്ഞിട്ട് കുഞ്ഞാവേനെയും കൊണ്ടൊന്ന് വാശിയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ നേരെ അവിടെ നിന്ന് പോകുന്നു, വീടെത്തിയിട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളും ഇത്ര